കെ.ടി. വിഷൻ്റെ ബാനറിൽ നിർമ്മിച്ച ബലിപെരുന്നാൾ എന്ന മ്യൂസിക്കൽ ആൽബത്തിൻ്റെ ചിത്രീകരണ വേളയിലാണ് ഞങ്ങൾ. ചിത്രീകരണ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് ഭക്തിസാന്ദ്രമായ മനോഹരമായ വരികൾ എഴുതിയിരിക്കുന്നത് നസീബ് അനന്താവൂരാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മനോഹരമായ വരികൾ എഴുതിയ അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറയട്ടെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഷെരീഫ് ക, അതുപോലെ തന്നെ ഖാദർക്ക, രഘു ചിറയൻകീഴ്, അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ഗോപി കുറ്റ്നാട്, പിന്നെ അതിനകത്ത് അഭിനയിച്ച മറ്റ് പ്രധാനപ്പെട്ട കുട്ടികളുമായിട്ട് നമുക്ക് അവരവരുടെ വിശേഷങ്ങളും ഈ ചിത്രീകരണ സമയത്ത് ഉണ്ടായ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. ആദ്യമായിട്ട് ഇതിനകത്ത് മുഖ്യ കഥാപാത്രം ചെയ്ത നമ്മുടെ ഷിഫ്നയുടെ അടുത്തേക്ക് തന്നെ പോകാം. അവൾ പറയും ഈ വർക്കിനെ കുറിച്ച് പറയും. നമസ്കാരം, ഞാൻ ഷിഫ്ലാസിനു. ഞാനാണ് ഈ ആൽബത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ ഗാനരചയിതാവ് നസീബ് അനന്താവൂരിന് ഈ ചിത്രീകരണത്തെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ നസീബ് അനന്താവൂർ. കെ.ടി. വിഷൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ബലിപെരുന്നാൾ എന്ന ഈ ആൽബത്തിൽ മൻസൂർ പട്ടാമ്പി ക്യാമറയും സംവിധാനവും നിർവഹിക്കുന്നു. ഇതിൻ്റെ ഗാനരചന നിർവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മൻസൂർ പട്ടാമ്പിയുമായി ഒരുപാട് വർക്കുകൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ആൽബവും കെ.ടി.എം. വിഷൻ ചാനലിലൂടെ എല്ലാവരും കാണുകയും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തരികയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ചിത്രീകരണ സമയത്ത് ഉണ്ടായ ഒരു പ്രധാന എന്തെങ്കിലും രസകരമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാമോ? ചിത്രീകരണം വളരെ രസകരമായിരുന്നു. ഞങ്ങളെല്ലാവരും, കുട്ടികളെല്ലാം, ചെറിയ കുട്ടി വരെ വളരെയധികം സഹകരിച്ചു. ഇതിൽ ഗോപി കുറ്റനാട് ആണ് കലാസംവിധാനം ചെയ്തിട്ടുള്ളത്. പഴയ ആളാണ്. ഗോപി കുറ്റനാടിൻ്റെ ഭക്ഷണം കുറേയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ലൊക്കേഷന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ ഒരു രസം തന്നെയല്ലേ. അതൊക്കെ ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി സ്മരിക്കുന്നു. എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന ആർട്ട് ഡയറക്ടർ നേമം പുഷ്പരാജിൻ്റെ കൂടെയും മമ്മൂക്കയുടെ ജോലയായി എന്ന് പറഞ്ഞ സീരിയൽ, അതുപോലെ തന്നെ വളയം, വെങ്കലം, വാത്സല്യം, വർണ്ണക്കാഴ്ചകൾ തുടങ്ങി ഒരുപാട് സിനിമകളിൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ടും പ്രൊഡക്ഷൻ ഡിസൈനറുമായിട്ടും ഒരുപാട് വലിയ വലിയ സിനിമകൾ ചെയ്ത് എൻ്റെ കൂടെ പല സിനിമകളിലും ഉണ്ടായിരുന്ന ഗോപി കുറ്റ്നാട് ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതെ, ഇത് മൻസൂർ പട്ടാമ്പി. ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പടം വരുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട് അടുത്ത മാസം. അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരും കാണണം. നിങ്ങൾ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയണം. ഇത്ര മാത്രമേ പറയൂ. ഈ ഒരു വർക്കിൽ ആർട്ട് ഡയറക്ഷൻ്റെ ഭാഗത്തും പ്രൊഡക്ഷൻ ഡിസൈനറിൻ്റെ ഭാഗത്തും ഡിസൈനിങ്ങിൻ്റെ ഭാഗത്തും എന്ത് പറയുന്നു, ഭക്ഷണം ഞങ്ങൾക്ക് വിളമ്പിത്തരാനും വരുന്നത് വരെയുള്ള എല്ലാ ജോലികളും വലിയൊരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ നിൽക്കാതെ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായതിന് അദ്ദേഹത്തിനൊരു പ്രത്യേകം നന്ദി പറയുന്നു. ഇതിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നമ്മുടെ ഷെരീഫ് ഖായുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. ഷെരീഫ് ഖാ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് ഷെരീഫ്. ഞാനാണ് ആ പ്രധാന വേഷം, ആ ഫക്കീർ ഉപ്പാപ്പ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൻസൂർ ഖാൻ്റെ രണ്ടാമത്തെ ആൽബമാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഒരു ആൽബം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ വലിയ ബലിപെരുന്നാളിൻ്റെ ആൽബവും ഇപ്പോൾ ഷൂട്ടിങ്ങിലാണ്. അതിൻ്റെ അവസാന ചടങ്ങാണ് ഇപ്പോൾ. ഇതുവരെ ചെയ്ത വർക്കുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ ഫക്കീർ വേഷം എങ്ങനെയുണ്ടായിരുന്നു? ചെയ്യാൻ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു അതിൻ്റെ എളുപ്പം ഉണ്ടായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വളരെ അധികം സന്തോഷമുണ്ട്. നല്ല ഒരു ക്യാമ്പാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ സന്തോഷത്തിൻ്റെ ഇതുണ്ട് മനസ്സിൽ. എന്തായാലും നിങ്ങളെല്ലാവരും കാണുക. കണ്ടതിന് ശേഷം ഒരു വിലയിരുത്തൽ നടത്തുക. ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തകൾ അറിയിക്കുക. കമൻറ്റുകളും വരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഞങ്ങൾക്ക് ഉള്ളത്. പക്ഷേ ഈ ക്യാമ്പ് കൊണ്ട് നമുക്ക് കിട്ടിയ നല്ലൊരു പുതിയ അനുഭവങ്ങളാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിലെ പ്രധാന നമ്മുടെ കോർഡിനേറ്ററും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കൂടെ അഹോരാത്രം ഇത് ആദ്യം മുതൽ അവസാനം വരെ നിന്ന നമ്മുടെ
നസീബുക്കയുടെ ഫാമിലിയിൽ പെട്ട ആൾ തന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഖാദർക്കാക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാം. അദ്ദേഹം രണ്ടു വാക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. നമസ്കാരമുണ്ട്. ഞാൻ ഖാദർ കെ മുള്ളമട. ഞാൻ ഈ പെരുന്നാളിന് മൻസൂർക്ക സംവിധാനം ചെയ്ത് ക്യാമറ ഇതാക്കുന്ന നസീബ് അനന്ത രചിച്ച വലിയ പെരുന്നാൾ ആൽബത്തിൽ ചെറിയ റോൾ കൈകാര്യം ചെയ്യാൻ വേണ്ട ഇവരുടെ കൂടെ നിന്ന് സഹകരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഇത് എല്ലാവരും കാണുക, ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം. അടുത്തതായി ഞങ്ങൾക്ക് ഇതിലും നല്ല പരിപാടി നടത്തുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കുന്നും കാടും പുഴയും തോടും പൂമരങ്ങളും പുളിമരവും ക്ഷേത്രവും ചുറ്റം